എല്ലാം ശരിയാവടാ, പ്രവാസിയൊന്നും പ്രയാസിയാടാ. അതിട്ട് നാളെ വരെ വെച്ചിരിക്കണ്ട, പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. അപ്പൊ ഓക്കെ, എന്നാ ശരി. ഓക്കെ, കൊടനോ. മോനെ അനിഷാദ ജീവൻ വന്നില്ലല്ലോ, അവന് പാർസലൊക്കെ കൊടുത്താ? അതെല്ലാം കൊടുത്തുപ്പാ. ഇപ്പാ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എനിക്ക് പുറത്തു തരണം. ഇക്കാലം അത്രയും നിങ്ങളോട് ചോദിച്ചും ചോദിക്കാതെയും ധിക്കരിച്ചും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ലെന്ന് ചോദിച്ചുകൊണ്ട് നിസ്സഹായനായിരുന്ന നിങ്ങളെ ഒരു വിലയും വെക്കാതെ ഞാൻ കടന്നുപോയി. ഇന്ന് എൻ്റെ മകൻ എന്നോട് ചെയ്തപ്പോഴാണ് ഇപ്പാ നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചിരുന്നെന്ന് മനസ്സിലാക്കുന്നത്. മക്കളെ, നിങ്ങളൊക്കെ പറയാറില്ലേ ഉപ്പാനോട് സന്തോഷമുള്ള കാര്യം ദുഃഖമുള്ള കാര്യം എന്തോന്ന് പറഞ്ഞാലും ഉപ്പാടെ മുഖത്തിനൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നാളത്തെ കുടിയത്തെ ചെലവും മക്കളെ നിങ്ങളെ കുറിച്ചുള്ള വേവലാതിയൊക്കെ ആകുമ്പോൾ ഒരു ഉപ്പാടെ മുഖത്തും ഒരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. അല്ലാതെ എൻ്റെ മക്കളെ ഇഷ്ടമല്ലാണ്ട മക്കൾ പറയുന്ന കാര്യങ്ങൾ സന്തോഷിക്കാണ്ടൊന്നുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പം അതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഉപ്പ എന്ന മരത്തിന് തണലേകുന്ന ചില്ലയാണമ്മ. ആ ചില്ലയുടെ തണലിരിക്കുമ്പോൾ മക്കളെ നിങ്ങൾക്ക് ഉപ്പ എന്ന മരത്തിൻ്റെ വലിപ്പം ചിലപ്പം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾക്കൊക്കെ ഉമ്മാരോടെ കൂടുതൽ ഇഷ്ടം. നിങ്ങളൊക്കെ ഉമ്മമാരെ സ്നേഹിക്കുന്നതിൻ്റെ കുറച്ച് ശതമാനമെങ്കിലും കിട്ടാൻ കുറിക്കുന്ന വാപ്പാര് എത്ര എന്താ അറിയോ ഈ ദുനിയാവിൽ. മക്കളെ, നിങ്ങൾക്ക് തിരിച്ചറിയേണ്ട ഒരു കാലമുണ്ട്. എൻ്റെ മോനിപ്പോൾ എന്നോട് തെറ്റ് പറയാൻ വന്നില്ലേ? ഇപ്പോൾ ഹയാത്തിലുള്ളപ്പോൾ എൻ്റെ മോനക്ക് പറയാൻ പറ്റി. ഇത് ഇപ്പല്ലാതെ എന്തൊരു കാലത്ത് എൻ്റെ മോനക്ക് തിരിച്ചറിവ് വന്നിരുന്നെങ്കിൽ എന്തെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു താങ്ങ മോനെ ഓരോ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. മോനെ ഉപ്പനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടാ.